ഇന്നത്തെ വീക്കെൻഡ് സ്പെഷ്യൽ ടൊമാറ്റോ റൈസ് ആണ്. ടൊമാറ്റോ റൈസ് ഉണ്ടാക്കാനായിട്ട് ഞാൻ ആദ്യമേ തന്നെ കുറച്ച് പൊന്നി റൈസ് വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ലെമൺ റൈസ്, ടൊമാറ്റോ റൈസ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് പൊന്നിയരിയാണ് നല്ലത്. അത് വേവാനായിട്ട് കുറച്ച് സമയം എടുക്കും. ആ സമയം കൊണ്ട് നമുക്ക് ടൊമാറ്റോ റൈസിൻ്റെ മസാല റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടി ആദ്യം കുറച്ച് നല്ലെണ്ണ ഒഴിക്കുക. നല്ലെണ്ണ വെച്ച് ടൊമാറ്റോ റൈസ് അതുപോലെ തന്നെ ലെമൺ റൈസ് ഒക്കെ ഉണ്ടാക്കുന്നതാണ് നല്ലത്. എണ്ണ ചൂടാകുമ്പോൾ കുറച്ച് കടുക് ഇടുക. പിന്നെ അതിലോട്ട് കുറച്ച് കറിവേപ്പിലയും ഇടുക. പിന്നെ കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ തന്നെ ഗ്രീൻ ചില്ലി ചെറുതായിട്ട് കട്ട് ചെയ്തത് അതും ചേർക്കണം. പിന്നെ അത് ഇളക്കി കഴിഞ്ഞതിന് ശേഷം പിന്നെ വേണ്ടത് കുറച്ച് ഒണിയനാണ്. ഞാൻ ആദ്യം തന്നെ ഒണിയനൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതിലേക്ക് ഇടുക. അത് നല്ലതുപോലെ വഴറ്റി കഴിഞ്ഞിട്ട് കുറച്ച് ഉപ്പ് ചേർക്കുക. ഇടയ്ക്ക് നമ്മുടെ റൈസും ഇളക്കി കൊടുക്കാനായിട്ട് മറക്കരുത്. അത് നല്ലതുപോലെ ഇളക്കി കഴിഞ്ഞിട്ട് ടൊമാറ്റോ ചേർക്കണം. ഞാൻ ഓൾറെഡി 4 ടൊമാറ്റോ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഇതിൻ്റെ അകത്തോട്ട് ചേർത്ത് ഇളക്കിയെടുക്കണം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് മല്ലിപ്പൊടിയും പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും ചേർക്കണം. പിന്നെ പൊടിയുടെ പച്ചമണം എല്ലാം മാറുന്നത് വരെ കുറച്ച് നേരം ഇളക്കണം. അത് കഴിഞ്ഞിട്ട് കുറച്ച് കായവും ചേർക്കുക. ഇതിനിടയ്ക്ക് ഞാൻ റൈസ് വെള്ളമൊക്കെ ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ആ റൈസ് എടുത്ത് ഈ ടൊമാറ്റോ മസാലയിലേക്ക് ചേർക്കണം. പിന്നെ എല്ലാം ഇളക്കി കഴിയുമ്പോൾ ടൊമാറ്റോ റൈസ് റെഡിയാവും. ഈ ടൊമാറ്റോ റൈസിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഞാൻ കുറച്ച് സോസേജാണ് ഉണ്ടാക്കുന്നത്. ഇത് ചിക്കൻ്റെ സോസേജ് വാങ്ങിച്ചതാണ്. ഇതാദ്യം വെള്ളത്തിലിട്ട് 3 മിനിറ്റ് കുക്ക് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഒരു പാനിൽ എണ്ണ ഒഴിച്ചിട്ട് സോസേജസ് എല്ലാം ഇടുക. പിന്നെ അത് ഇടയ്ക്ക് ഇളക്കി എടുത്തു കഴിഞ്ഞാൽ സോസേജ് റെഡിയാവും. അങ്ങനെ ഇന്നത്തെ ലഞ്ച് ഇതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.